ചിലപ്പോ ഞാൻ ഓർക്കും നിന്റെ സംസാരം കേൾക്കുമ്പോ എനിക്ക് ഇത്ര പക്വത ഉണ്ടോ. അതെന്താ? അതല്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ പറ. എനിക്ക് അങ്ങനെയൊന്നും ചുമ്മാ പറയാൻ അറിയില്ല. പിന്നെ ഞാൻ ആരോട് കയറിയൊന്നും ചോദിക്കാറുമില്ല. കുറച്ച് അഹങ്കാരം ഉണ്ടെന്നേ ഉള്ളൂ. ആള് പാവമാ. പിന്നെ ഇവളൊഴികെ മറ്റാർക്കും ബുദ്ധിയില്ല എന്നൊരു വിചാരമാണ് ഇവളെ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഹലോ ഹലോ. ആരായിരുന്നു? അറിയില്ല. ഓ അല്ല, സാജൻ എന്നുവരെ ലീവ് ഉള്ളത്? ഇന്നും കൂടെ ഉള്ളൂ. എന്താ? അല്ല, ഞാൻ വിചാരിക്കുകയായിരുന്നു അന്ന് പോയതുപോലെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ബോട്ടിങ്ങിന് പോണം. പിന്നെന്താ, പോയിക്കളെ. സാജ എന്തുണ്ട്? ഇങ്ങനെ പോകുന്നു റോയിച്ച. ഹായ്. എന്താ, എന്ത് പറ്റി? പ്രധാന കാര്യം മറന്നു. ഞാനൊന്ന് പോയിട്ട് വരാം, നീ ഇവിടെ ഇരിക്കും. നോ പ്രോബ്ലം, പോയിട്ട് വരാം റോയിച്ച. സാജൻ എന്ന് ലീവാണോ? അതെ. എന്താ ചോദിച്ചത്? അല്ല, വെറുതെ ചോദിച്ചെന്നുള്ളൂ. ഇപ്പൊ ഓഫീസ് ടൈം അല്ലേ, അതാ. കഴിഞ്ഞ മാസങ്ങളിലെ കുറെ ലീവ് എടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ പാറുവിന്റെ മമ്മ നിന്നപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചെടുത്തേ ഉള്ളൂ. പിന്നെ പുതിയ ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ നടക്കുന്നു? അതിന്റെ വർക്ക്ഷോപ്പിലായിപ്പോ. പക്ഷേ ഇപ്പൊ കോഫി ഷോപ്പിലാണല്ലേ? നിങ്ങൾ വൈകി പോയി. നിങ്ങൾ സാജന തമാശ ഒന്നും കേട്ടില്ലല്ലോ? ഇല്ല. ഇപ്പൊ ഒരെണ്ണം പറഞ്ഞേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ചിരി വന്നിട്ട് ചിരിക്കാനേ മറന്നുപോയി. അതാണ് വെറൈറ്റി തമാശ. നീ തമാശ പറയുമ്പോ നമ്മളൊക്കെ ചിരിക്കാറില്ലേ? സാജന തമാശ കേട്ടാ നമ്മൾ ചിരിക്കില്ല, നമ്മൾ ചിന്തിക്കും അത് തമാശ ആണോ അല്ലയോന്ന്. അത് റേഞ്ച് തമാശയാണല്ലോ സാജ. അത് ചില തമാശകളുടെ പ്രത്യേകതയാ. നേഹ വല്ല തമാശ പറഞ്ഞായിരുന്നോ പാറു? ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഞാൻ തമാശ പറയാറില്ല. ഇല്ല. എടാ, മനസ്സിലായില്ല നിനക്ക്? ഇവരെ പോലെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാര് മണ്ടത്തരം പറയുന്നതാണല്ലോ പിൽക്കാലത്ത് തമാശയെ മറന്നത്. ഓ അങ്ങനെ. സാറയുടെ തമാശ ഇത്തിരി കൂടുന്നുണ്ടേ. റോയ്ച്ചനിങ് വരട്ടെ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്ന ആൾക്ക് നമ്മുടെ നാട്ടിൽ പറയുന്ന പേര് വേറെ. അതെന്താണാവോ? അത് പുറത്ത് പറയാൻ കൊള്ളാത്ത പേരാ. എന്താ? സാറാന്നാ? അല്ല, നേഹാന്നാ. അത് കൗണ്ടർ കാലക്കി മോളെ. താങ്ക്സ് ഡാ. കം ഓൺ നേഹ, അവർ തമാശ പറഞ്ഞല്ലേ, ലീവ് ഇറ്റ്. അല്ല സാജൻ അവരുടെ പ്രായല്ലേ? സാജൻ ഇത്ര ഡീസന്റ് ആയാ പെരുമാറുന്നത്. ഇവർക്ക് ഇത്ര പോലും ഡീസൻസി ഇല്ല. അല്ല, അതെല്ലാവർക്കും ഇപ്പൊ എന്നെ പോലെ ആകാൻ കഴിയില്ല. ഇല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുമാത്രമല്ല, ലോകത്തെങ്ങും കാണാത്ത ഫ്രണ്ട്ഷിപ്പും ഒരുമിച്ച് താമസവും. അത് നേഹ നീ പറയരുത്. സിനിമ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് നീ നടത്തുന്ന ടൂറിനെ ഞങ്ങൾ മോശമായി പറഞ്ഞാ നിനക്ക് വല്ലതും പറയാൻ പറ്റുമോ? പക്ഷെ ഇത്ര വൃത്തിയായിട്ട് നാറ്റക്കേസിനൊന്നും എന്നെ ഫ്ലാറ്റിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. പിന്നെ റോയ്ച്ചൻ വലിയ പുണ്യാളനൊന്നല്ല, എനിക്കെല്ലാം അറിയാം. നേഹ, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞല്ല ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. നീ എന്താ പറഞ്ഞത്? എന്റെ കുട്ടികൾ ചീത്തപ്പേരുണ്ടാക്കേണ്ട വീട് മാറിയെന്നല്ലേ? എന്നെ നിനക്ക് സംശയമാണല്ലേ? തീരണു ഇതിവിടെ. ഇനി മേലിൽ എന്റെ മുമ്പിലൊന്നും വരുത്. ഈ ലോകത്ത് പപ്പയും മമ്മിയും കഴിഞ്ഞാൽ പിന്നെ ഇവര് 4 പേരും കഴിഞ്ഞിട്ടുള്ള എനിക്കെന്തും. നീ പോലും അവരെ നീ സംശയത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാ പിന്നെ റോയ്ക്ക് രണ്ടാമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് റോയുടെ വാക്കാ. നേഹ പോട്ടെ, സാരമില്ല. നോക്ക്, നമ്മുടെ സ്റ്റാൻഡേർഡിന് ചേർന്നവരൊന്നും അല്ല ഇവര്. റോയ്ച്ചൻ ഇന്നലെ ഇത്രയും പറഞ്ഞിട്ടും നീ ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര നാണക്കേടാണ്. അത് കുഴപ്പമില്ല സാജൻ, എനിക്ക് സങ്കടമൊന്നുമില്ല. ആർക്കെന്നെ മനസ്സിലായാലും സാജനെ മനസ്സിലായാലോ, അത് മതി. ഇനി ഇവിടെ ഇരിക്കണ്ട, നമുക്ക് വല്ല കോഫി ഷോപ്പിലേക്കും പോയി ഒരു കോഫി കുടിച്ച് ഫ്രഷ് ആവാം. അല്ല, ഇതല്ല, വേറെ കോഫി ഷോപ്പിലേക്ക് പോവാം. ഓക്കെ? എന്തൊരു സിമ്പതിയാ സാജനോട്. ഹോ, ആ തലോടലും ആശ്വസിപ്പിക്കലും ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞെങ്കിൽ നല്ലൊരു കെട്ടിപ്പിടുത്തം കൂടി കാണായിരുന്നു. ഒന്ന് പോടാ പൊട്ട അവിടുന്ന്.
മനുഷ്യൻ അവിടെ ചങ്ങ് തകർന്നിരിക്കുമ്പോൾ അവന്റെ ഒരു അതിനിപ്പോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് സാജനോട് കുറച്ച് സംസാരിക്കണം. ആ ഇരിക്കു പാറു. ഒറ്റയ്ക്ക് സംസാരിക്കണം. I've had enough. ഏയ് നേഹ, എന്താ പാറു? എന്തിനാ നേഹയോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റും. എന്റെയും എന്റെ ഫ്രണ്ട്സിനെയും ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച അവളെ നീ എന്തിനാ ആശ്വസിപ്പിക്കാൻ പോയത്? പാറു അവൾ ഒറ്റപ്പെട്ടു പോയപ്പോ സാജൻ എന്താ? സാജന്റെ ആരാണ് അവള്? എന്താ പാറു ഇത്? നിന്റെ ചില നേരത്തെ സംസാരം എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് കേട്ടോ. എന്നാ പിന്നെ സഹിക്കാതിരുന്നാ പോരെ. അങ്ങനെ ത്യാഗം സഹിച്ച് സാജനോട് ഇരിക്കണമെന്നില്ല. അപ്പൊ റിലേഷൻഷിപ്പ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാവുന്നതാണോ? ഓക്കെ, എഗ്രി. എന്നാ ശരി, എനിക്ക് സമ്മതം. ബൈ. പാറു, ഹാവ് യു ലോസ്റ്റ് ഇറ്റ്? പഴയ കാലത്തെ പോലെ മറ്റൊരു പെൺകുട്ടിയുമായി മിണ്ടി അല്ലെങ്കിൽ അവളുടെ ഒരു വിഷമ സിറ്റുവേഷനിൽ സമാധാനിപ്പിച്ചു എന്ന് കരുതി നീ ഇങ്ങനെ റിയാക്ട് ചെയ്യാനാണെങ്കിൽ എല്ലാം ഇവിടെ വെച്ച് നിർത്താം. ആ പെൺകുട്ടിയോട് ഏത് സിറ്റുവേഷനിൽ സംസാരിക്കാനുള്ള വിഷയം. സാജൻ വെറുതെ റൂട്ട് മാറ്റരുത്. റൂട്ട് ഒന്നും മാറ്റിയിട്ടില്ല. റൂട്ട് മാറ്റി. എന്റെ ഗീതു ആന്റി. ഗീതു ആന്റിക്ക് ഇപ്പൊ എന്താ പരമ സുഖല്ലേ? ഇതുപോലത്തെ ഒരു കുരിശനെ തലക്കേറ്റി വെച്ചിട്ട് ഞാൻ കിടന്ന് ടെൻഷൻ അടിക്കണം. കുരിശാരാണെന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ഗീതു ആന്റി, ഈ വാട്ടർ ഹീറ്റർ പോലത്തെ ഒരു സാധനത്തെ എന്റെ തലയെ കെട്ടി വെച്ചിട്ട് സ്വസ്ഥത എന്താണെന്ന് ഞാൻ മറന്നേ പോയി. സ്വസ്ഥത അത് സ്വന്തം കാര്യത്തിന് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുമ്പോഴാണ് തിരിച്ചു കിട്ടുന്നത്. ജിമ്മിലെ ഇൻസ്ട്രക്ടറായിട്ട് ജനിച്ചു വേണം നീ. നിന്റെ ഈ സ്ട്രിക്ട് സ്വഭാവം ഓർഡർ എടുക്കലൊക്കെ ജിമ്മില് പിള്ളേരുടെ അടുത്ത് വേഷം കെട്ടിറക്കാൻ വന്നാണ്ടല്ലോ. വേഷം കെട്ടെടുത്താ നീ എന്ത് ചെയ്യടാ? ഇതിന് ഞാൻ അന്ന് നിനക്ക് ചെള്ളക്കെട്ട് തന്നതല്ലേ? മതി പണ്ടാരം, നിർത്തിക്കോ. ഇനി സംസാരിക്കണ്ട. ഞാൻ എപ്പ നിർത്തണം എപ്പ തുടങ്ങണം തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ലാതെ നീയല്ല. ശരി ആയിക്കോ. ഇനി ഞാൻ നിന്റെ പുറകെ വരില്ല. അതാ നല്ലത്. നിന്റെ കെട്ട ഒരുത്തനും വല്ലടി. ഇനി ഒരുത്തൻ വന്നാലും വല്ല പെടുമരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതം കിട്ടിയവനായിരിക്കും, അല്ലെങ്കിൽ വല്ല പൊട്ടനായിരിക്കും. എനിക്ക് പൊട്ടനെങ്കിലും ഉണ്ട്. നിനക്ക് പെണ്ണ് കിട്ടുമെന്ന് ആർക്കറിയാം? നീ നോക്കിയോടി, അവളെ ഞാൻ സെറ്റാക്കിയിരിക്കും. അതൊക്കെ പുറത്തിറങ്ങിട്ട് വേണം, അല്ലെങ്കിൽ അകത്തിരിക്കുന്ന പിള്ളേരെ തനി കൊണം നീ അറിയും. അല്ല പിന്നെ മാറടി പുല്ലേ. അമ്മേ, നീ പണ്ടാരോടെ ഔട്ട്.